നമ്മളിന്ന് വന്നേക്കുന്നത് ഫാറ്റ് ഫിഷ് റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ ഞങ്ങളിപ്പം വന്ന സമയം ഒരു 3:30 ആയി. ലഞ്ച് അവേഴ്സ് കഴിയാറായപ്പോഴാണ് ഞങ്ങളിങ്ങ് വന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഗോവൻ ഫിഷ് താലിയായിരുന്നു. അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള, നല്ല തിരക്കുള്ള, നല്ല ഫുഡും സർവീസുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഫാറ്റ് ഫിഷ് റെസ്റ്റോറൻറ്റ്. അൺഫോർച്ചുനേറ്റ്ലി അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. ലഞ്ച് ടൈം കഴിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് അതൊന്നും അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങളന്ന് ട്രൈ ചെയ്തത് സെസർ സലാഡ്, ബട്ടർ നാൻ ആൻഡ് ചിക്കൻ ടിക്ക ആയിരുന്നു. അത് അവരുടെ സിഗ്നേച്ചർ ഐറ്റം അല്ല, എന്നിട്ട് കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കോക്ടെയിൽസും മോക്ടെയിൽസും അവൈലബിൾ ആണ്. ഗോവയിൽ ഡ്രിങ്ക്സ് കഴിച്ചിട്ട് പോയാൽ ചെക്കിംഗ് ഇല്ലെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സത്യമല്ല കേട്ടോ. നല്ല ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പം ഞങ്ങൾക്ക് തലേ ദിവസം നല്ല പണി കിട്ടിയതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾ ബിവറേജസ് ഒന്നും നമ്മൾ ഫുഡിൻ്റെ കൂട്ടത്തിൽ മേടിച്ചില്ലായിരുന്നു. സോ എല്ലാവരും കെയർഫുള്ളായിട്ട് ഗോവയിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ഗോവ പോയവർക്കറിയാം ഗോവയിൽ നല്ല ഫുഡ് കിട്ടാൻ പാടാണെന്ന്. ഈ റീൽ സേവ് ചെയ്ത് വെച്ചോളൂ. വാല്യൂ ഫോർ മണി ആയിരിക്കും. ഈ വർഷം ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്തോളൂ. ബൈ.